guys, welwelcome back to NKL EDITS. So guys, നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ട ഒരു അടിപൊളി ട്രാൻസിഷൻ എങ്ങനെ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെയാണെന്ന് വളരെ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ എന്ത് ചെയ്യുക, ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഫ്രെയിം റേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത ശേഷം ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. then നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മളിതിലേക്ക് ഒരു ഇമേജ് ആഡ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇമേജ് വന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഒരു ഇമേജാണ് എടുക്കുന്നത്. ഓക്കെ, ഈ ഒരു ഇമേജാണ് എടുക്കുന്നത്. ഇത് വന്ന് ഞാൻ 1.30 വന്ന് ഒരു മാർക്ക് ചെയ്ത് അവിടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. then നമ്മൾ അടുത്തൊരു മാർക്ക് പറഞ്ഞാൽ 0.45 ഓക്കെ, ഇവിടെ രണ്ട് സ്ഥലത്ത് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ആ ട്രാൻസിഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടാവും അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന്. എന്നാൽ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റെക്റ്റാങ്കിൾ ഇതേപോലെ ആഡ് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, സ്കെയിൽ ടൂളിലേക്ക് വരിക. സ്കെയിൽ ടൂളിൽ വന്ന ശേഷം നമ്മളിതിൻ്റെ സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് 360 സെറ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് 360 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് 360 സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ഇതേപോലെ 1.30 ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ഈ ഒരു ലെയറിൻ്റെ കോപ്പി ചെയ്യുക, അതായത് ഈ ഒരു ലെയർ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ദെൻ നമ്മൾ ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ലെയർ ഇതേപോലെ മൂവ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുക. ദെൻ ഒന്നും കൂടി നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, അത് നമ്മൾ മൂവ് ചെയ്ത് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒരേപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്, ഓരോ ലെയർ കോപ്പി ചെയ്ത്. അപ്പോൾ ഞാൻ ആ ഒരു പ്രോസസ്സ് ഒന്ന് ജസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നുണ്ട്, വീഡിയോ കുറേ ലോങ് ആവുന്നതുകൊണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, 9 റെക്റ്റാങ്കിളാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. 9 റെക്റ്റാങ്കിൾ യൂസ് ചെയ്ത് നമ്മൾ ആ ഒരു സ്ക്വയർ ഒരു ഫിൽ സ്ക്രീൻ കണക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഓരോ ലെയർ ഇതേപോലെ കറക്റ്റായി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, 9 ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അതായത് നമ്മൾ ആദ്യം ആഡ് ചെയ്ത ഫോട്ടോത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, 9 ലെയറായി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ 8 ലെയറായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. 8 അല്ല 9 ലെയറായിട്ട്, അതായത് 9 ലെയർ ഫോട്ടോ, അതേപോലെ 9 ലെയർ റെക്റ്റാങ്കിൾ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ലെയറായിട്ട് മാസ്ക് ചെയ്യുക. അതായത് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് 2, അതായത് നമ്മൾ ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക, അതുപോലെ തന്നെ ഒരു ഫോട്ടോ ഒരു ഇമേജും സെലക്ട് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കാണുന്ന ഈ ഒരു ഗ്രൂപ്പ് ആൻഡ് മാസ്ക് സെലക്ട് ചെയ്യുക. ഇങ്ങനെ ഓരോന്നും ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഓരോന്നും ചെയ്യുക, എല്ലാമായിട്ട് നമ്മൾ വേറൊന്നും സെലക്ട് ചെയ്തിട്ടാന്ന് ഉറപ്പ് വരുത്തണം. ലൈറ്റ് മോഷനിൽ ചില സമയം ഓട്ടോ സെലക്റ്റായി വരലുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പ്രോസസ്സാണ് അടുത്തത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു പ്രോസസ്സ് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ എല്ലാ ലെയറും കറക്റ്റായിട്ട് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ, ഈ നടുവിലുള്ള ലെയർ, അതായത് ഈ സെൻറ്ററിലുള്ള ഈ ലെയർ വന്നിൽ നമ്മൾ വന്നിപ്പം ഒരു മൂവ്മെൻറ്റ് കൊടുക്കാൻ പോവുകയാണ്. ജസ്റ്റ് ഒരു സൂം ട്രാൻസിഷനാണ് കൊടുക്കുന്നത്. നമ്മൾ മൂവ്മെൻറ്റിൽ വരിക, ഇവിടെ സ്കെയിൽ ടൂളിൽ വന്ന ശേഷം നമ്മൾ ഇതേപോലെ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യുക. ഫസ്റ്റ് വന്ന് നിങ്ങൾ നോർമൽ തന്നെ കൊടുക്കുക. ഫോർത്ത് വന്ന് നമ്മൾ ഈ ഒരു ലെയർ സ്ക്രീനിൽ ഫില്ലാവുന്ന രീതിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതേപോലെ എൻഡിലായി സെറ്റ് ചെയ്യുക. എൻഡിൽ ഫസ്റ്റായി സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ 4th കർവ് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 4th കർവ് നമ്മൾ കോപ്പി ചെയ്തും കൂടി എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ ഈ ഒരു രീതിക്കായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ എല്ലാ ലെയേഴ്സിലും വന്ന് മോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മളെല്ലാ ലെയറിലും വന്ന് മോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴേ ആഡ് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് അൺഗ്രൂപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ട് ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലാസ്റ്റ് എല്ലാം ട്രാൻസിഷനൊക്കെ കംപ്ലീറ്റ് ആയ ശേഷം ഈ ലെന്നും ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ വരാണ്ട്, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരിലും മോഷൻ ബ്ലർ സെറ്റ് ചെയ്യുമ്പോൾ ആയിരിക്കും നമുക്ക് കറക്റ്റ് ആ ഒരു ട്രാൻസിഷൻ കംപ്ലീറ്റ് ആയ ഒരു നല്ല വൃത്തിക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ എല്ലാ ലെയറിലും മോഷൻ ബ്ലർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ ലെയറിലും ഞാൻ കറക്റ്റായിട്ട് മോഷൻ ബ്ലർ ആഡ് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ബാക്കിയുള്ള ലെയറിലേക്ക് ആനിമേഷൻ കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് 2 സെലക്ട് ചെയ്യുക. ഗ്രൂപ്പ് 2 സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു സൈഡിലുള്ള ലെയറാണ് വരുന്നത്. നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വരിക, സ്കെയിൽ ടൂൾ സെലക്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടി ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്വൈപ്പ് ഹിയർ ടു മൂവ് പൈവറ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് വന്ന് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കറക്റ്റായിട്ട് ഈ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ സ്കെയിൽ ടൂളിൽ വരിക, ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, എൻഡിലൊരു കീ ഫ്രെയിം, ഇതേപോലെ എൻഡിലൊരു കീ ഫ്രെയിം സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, എൻഡിൻ്റെ വാല്യൂ വന്ന് നമ്മൾ 0 ആക്കി കൊടുക്കുക. ഓക്കെ, ദെൻ ഇതേപോലെ നമ്മൾ ഫസ്റ്റിലും എൻഡിലായി സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ഒരു കർവ് പേസ്റ്റ് ചെയ്യുക. ഇവിടെ വന്ന് നമ്മൾ ഈ ഒരു ഫസ്റ്റത്തെ ലെയർ ഓഫാക്കി ഇടുക. എന്നാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള ആ ഒരു മൂവ്മെൻറ്റൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കൂ. ദെൻ നമ്മൾ
മാസ്ക് 3 എടുക്കുക. മാസ്ക് 3 ഇപ്പോൾ ഈ ഒരു സൈഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ പൈവറ്റ് പോയിൻ്റ് ഇതാ ഈ ഒരു സൈഡിലേക്ക് കറക്റ്റായിട്ട് മൂവ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, സ്കെയിൽ ടൂളിൽ വരിക. ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മളിനി ചെയ്യേണ്ടത്. എല്ലാ സ്ഥലത്തും ഈ ഒരു സെയിം പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഇവിടെ വരിക, നമ്മൾ കർവ് 4 പേസ്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഈ ഒരു കോർണറിലുള്ളത് മാത്രം എന്ത് ചെയ്യുക, ആ ഒരു പൈവറ്റ് പോയിൻ്റ് വന്ന് ഈ ഒരു സൈഡിലേക്ക് ഈ ഒരു കോർണറിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇവിടെ നമ്മൾ 2 കീ ഫ്രെയിംസ് തന്നെയാണ്, ഇതേപോലെ 2 കീ ഫ്രെയിംസ്. ഓക്കെ, നിങ്ങൾ ഈ സ്റ്റെപ്സ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് പോവുക. ഓക്കെ, ഇത് ഈ ഒരു സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ എല്ലായിടത്തും ചെയ്യുന്നത്. കോർണറിലുള്ളത് കോർണറിലേക്കും ബാക്കിയുള്ളത് മുകളിലേക്കും, ആ ഒരു രീതിക്കാണ് ആ ഒരു പോയിൻ്റ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. തന്നെ ഇവിടെ എന്താ ഇത് വന്ന് മുകളിലേക്കാണ് സെറ്റ് ചെയ്യേണ്ടത്. നമ്മൾ 2 കീ ഫ്രെയിംസ് ഇതേപോലെ ഈ ഒരു പ്രോസസ്സാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കി ഉള്ള ലെയറിൻ്റെ ബാക്കി 3 ലെയറും കൂടി ഉണ്ട്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം ഫുൾ ലെയർ ഓപ്പൺ ചെയ്ത് പ്ലേ ചെയ്യുമ്പോൾ ഇതേപോലെ ആയിരിക്കും കിട്ടുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയയിൽ പോവുക, അടുത്തൊരു ഫോട്ടോ ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്ത ഏതെങ്കിലും ഒരു ഫോട്ടോ ഇതേപോലെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഈ ഒരു ഫോട്ടോ ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, റൊട്ടേഷനിൽ വരിക. മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ റൊട്ടേഷനിൽ വന്ന ശേഷം നമ്മളിത് 180ലേക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് 180ലേക്ക് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇത് നമ്മളിവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഇനി അത്യാവശ്യം ലാഗ് വരാൻ സാധ്യതയുണ്ട്, കാരണം ഇത്രയധികം ലെയർ ആയതുകൊണ്ട് തന്നെ. ദെൻ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക, അതും വന്ന് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ 2 സെക്കൻഡിലേക്ക് ഉണ്ടാവും, അത് നമ്മളൊന്ന് എല്ലാം കട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മളിത് വന്ന് ഫിൽ സ്ക്രീൻ ചെയ്യുക. ഈ ഒരു ലെയർ വന്ന് ഇതേപോലെ കറക്റ്റായിട്ട് ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഒരു മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വന്ന് ഇവിടെ ഒരു സ്കെയിൽ ചെയ്യണം. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, എൻഡിൽ ഒരു കീ ഫ്രെയിം. ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 0ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ ഇതേപോലെ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് സൂം ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത സെയിം കർവ് ഇവിടെയും പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഈ ഒരു 2 ലെയർ തമ്മിൽ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഇതേപോലെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിതിപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നെക്സ്റ്റ് ഒരു റെക്റ്റാങ്കിളോട് ആഡ് ചെയ്യുക. നെക്സ്റ്റ് അടുത്തൊരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക, അത് നമ്മൾ ഫിൽ സ്ക്രീൻ ചെയ്യുക. ദെൻ സ്കെയിൽ ടൂളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കുക ഇതേപോലെ. ദെൻ എൻഡിൽ ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എല്ലാ ലെയറും സെലക്ട് ഓൾ ലെയേഴ്സ് അടിക്കുക, എന്നിട്ട് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ ലെയേഴ്സും ഇവിടെ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഒരു മൂവ് ടൂളിലേക്ക് വരിക. മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ മൂവ് ടൂളിലേക്ക് വന്ന് ഇത് വന്ന് കുറച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു രീതിക്ക് ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട രീതിക്ക് ചെയ്യാം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് 720ലാണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, 720ലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ഇവിടെ ഈ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് അൺഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, ദെൻ ഈ ഒരു റെക്റ്റാങ്കിൾ നമ്മൾ ഒന്നും കൂടി ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക ഇതേപോലെ. ദെൻ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു അനദർ റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ദെൻ അതൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ സൈസ് ഇൻക്രീസ് ആക്കി കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ എൻഡിലായി വന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ കളർ ആൻഡ് ഫില്ല് വരിക. ഇവിടെ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കത് കളർ ഇല്ലാണ്ട് കിട്ടും. ഓക്കെ, കളറ് പോവും, ആ ഒരു രീതിക്ക് കിട്ടും. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ബോർഡർ ആൻഡ് ഷാഡോയിൽ വന്ന് സ്ട്രോക്ക് എനേബിൾ ചെയ്യുക. സ്ട്രോക്കിൻ്റെ കളർ ഒന്ന് വൈറ്റ് ആക്കി കൊടുക്കുക. ദെൻ അതിൻ്റെ സൈസ് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് വെച്ചാൽ സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിത് അതിൻ്റെ പുറകിലൊരു ബാക്ക്ഗ്രൗണ്ട് പോലെ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ഇതേപോലെ അത്യാവശ്യം നല്ല വൃത്തിക്ക് നിങ്ങൾ കറക്റ്റായി ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്കത് കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾ ആഡ് ചെയ്ത ഒരു ഫ്രെയിമിൽ എഫക്ട്സിൽ വരിക, ആഡ് എഫക്ട്സിൽ വരിക. ഇവിടെ നമ്മൾ ഡ്രോയിങ് എഡ്ജിൽ വരിക. ഡ്രോയിങ് എഡ്ജിൽ ഇവിടെ ഡ്രോയിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിൽ നമുക്ക് സ്റ്റാർട്ട് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സ്റ്റാർട്ടിൽ വന്ന് നമ്മൾ 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഒന്നാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്ന് നമ്മൾ ഫുള്ളാക്കി കൊടുക്കുക. ഓക്കെ, 100ലേക്ക് എത്തിച്ചു കൊടുക്കുക. ദെൻ നമ്മൾ ഇതേപോലെ 2 അറ്റത്തേക്കായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെയും നമ്മൾ വന്ന് നമ്മളെ 4th കർവ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു ആനിമേഷൻ കാണും. അതായത് ആ ഒരു ലെയർ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്ന രീതിക്കുള്ള ഒരു ആനിമേഷൻ നമുക്കിവിടെ കിട്ടും. ഓക്കെ, ദെൻ നമ്മൾ ഈ ഒരു ലെയർ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് ഇവിടെ ഫസ്റ്റ് ഗ്രൂപ്പ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ട് ഗ്രൂപ്പായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ലെയർ ഇതേപോലെ നമുക്ക് കറക്റ്റായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് റൊട്ടേഷനും മൂവ്മെൻറ്റുമാണ് കൊടുക്കാനുള്ളത്. അതൊന്ന് നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വരിക, റൊട്ടേഷനിൽ വരിക. റൊട്ടേഷനിൽ വന്ന് നമ്മൾ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, അതിൻ്റെ വാല്യൂ 0 തന്നെയാണ്. ദെൻ നമ്മൾ അടുത്തൊരു കീ ഫ്രെയിം, അതിൻ്റെ വാല്യൂ നമ്മൾ -180 ആക്കി കൊടുക്കുക.
-180 കറക്റ്റ് -180 ആക്കുക. ദെൻ ഇതേപോലെ ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന കർവ് പറയുന്നത് നമ്മൾ ഈ ഒരു കർവ് യൂസ് ചെയ്യുക. ഓക്കെ, ഈ ഒരു കർവ് യൂസ് ചെയ്യുക. ദെൻ ആ ഒരു കർവ് നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സൂമാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെൻറ്ററിൽ ഒരു കീ ഫ്രെയിം, എൻഡിലായിട്ട് ഒരു കീ ഫ്രെയിം, ഫസ്റ്റ് ഒരു കീ ഫ്രെയിം. ഫസ്റ്റിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ ഫുള്ളായിട്ട് ഡിക്രീസ് ചെയ്ത് കൊടുക്കുക, 0ലേക്ക് സെറ്റ് ചെയ്യുക. അവിടെ വന്ന് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ഒരു കർവ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ഇവിടെ വന്ന് നമ്മൾ നന്നായി സൂം ചെയ്ത് കൊടുക്കുക. എൻഡിലേക്ക് വരുമ്പോൾ നന്നായി സൂം ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ ആ ഒരു കർവ് ഇവിടെ പേസ്റ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ട്രാൻസിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, മീൻസ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ട്. ഞാൻ ഇതൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇതേപോലെ റൊട്ടേറ്റ് ആയിട്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നിങ്ങളിത് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പെർഫെക്ഷനിൽ ചെയ്യുക. ഓക്കെ, അതായത് ചെറിയ ചെറിയ മിസ്റ്റേക്സ് ചിലപ്പോൾ ഉണ്ടാവും, അതും കൂടെ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. ആ ഒരു മെത്തേഡ് നിങ്ങൾ മനസ്സിലാക്കുക വീഡിയോ ഫുള്ള് കണ്ടിട്ട്. ഓക്കെ, ഇപ്പം പ്ലേ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ട്രാൻസിഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. സോ ഗൈസ്, അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.